ഇടിച്ച് തകർന്ന് ആ കഥ അമ്മ തുറന്നിട്ടോ ഞാനല്ല. ഏതൊരു പോലീസുകാരും ഒരു അബദ്ധം പറ്റും. പിന്നെ മാമച്ചി തൂക്കം തുടക്കുകയൊക്കെ ചെയ്യുവാണല്ലോടാ. അടുക്കള തന്നെയാണേ പോന്നേ. അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് നമ്മൾ കുറേ നാലഞ്ച് ദിവസം അല്ല കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഗൈസ് നമ്മളൊരു ഫുൾ ലെങ്ത് വീഡിയോ ചെയ്യാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു പുതിയൊരു ചലഞ്ചുമായിട്ടാണ്. ചലഞ്ചിന്റെ പേരെന്ന് പറഞ്ഞാൽ Who know the house better challenge. അത് ഗൈസ് നമ്മുടെ വീട് ആർക്കാണ് ഏറ്റവും കൂടുതൽ അറിയാം എന്നുള്ളതാണ് ഗൈസ് നമ്മുടെ നമുക്ക് നമ്മുടെ വീടിനെ കുറിച്ച് അറിയാം. അതാണ് നമ്മുടെ ഇന്നത്തെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓരോ ടാസ്ക് ഇതായിരിക്കും. ഇപ്പം ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പം പൊന്നായിട്ട് ഇപ്പം വെളിയിൽ നിന്നിട്ട്, അതായത് നമ്മൾ വീടും നമ്മുടെ വീടിൻ്റെ പരിസരവും മുറ്റവും അത്രേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ആർക്കാണ് അറിയാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ ഒരു ടാസ്ക് ഞാനിപ്പോൾ കൊടുക്കുകയാണെങ്കിൽ പൊന്നായിട്ട് പറയുകയാണ് കണ്ണെട്ടിട്ടാണ് ഇന്ന സാധനം എടുത്തിട്ട് വരാം, അല്ലാതെ എവിടെയാണെന്നുള്ള കണ്ടുപിടിക്കാനാണെങ്കിൽ അത് കണ്ണ് കെട്ടി പോയി കണ്ടുപിടിക്കണം. പറയുന്ന ടാസ്ക് കണ്ണ് കെട്ടി കംപ്ലീറ്റ് ചെയ്യണം ഗൈസ്. അപ്പം അതാണ് ഇന്നത്തെ നമ്മുടെ ചലഞ്ച്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് റൗണ്ട് പൊന്നെ ഏറ്റെടുത്തിട്ടുണ്ട് ഗൈസ്. കണ്ണൊക്കെ ഇട്ട് പൊന്നെ ഇപ്പം ഞാൻ പറയുന്ന ടാസ്ക് ഇത് കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ കണ്ടുപിടിക്കുന്നവർക്ക് ഓരോ പോയിന്റ് വീതം കൂടും. ഓക്കെ റെഡി അല്ലയോ? അപ്പോൾ ഗൈസ് എൻ്റെ പൊന്നെ കണ്ണ് കെട്ടാൻ പോവാണ് ഗൈസ്. അപ്പോൾ പൊന്നെ ഒറ്റയ്ക്ക് കെട്ടി കഴിഞ്ഞാൽ എങ്ങാനും കണ്ണ് കണ്ടാലും എൻ്റെ മൂക്ക് ചമ്മിപ്പോയേ. അയ്യാ എൻ്റെ മൂക്ക്, എൻ്റെ ശ്വാസം മുട്ടി, ഞാൻ ചത്തുപോകും മനുഷ്യ. മതി, അത് അഴിക്കാനുള്ളല്ലേ. ഗൈസ് അപ്പോൾ അങ്ങനെ പൊന്നയുടെ കണ്ണ് കെട്ടി വെച്ചിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല, കാണാൻ പറ്റില്ല. കാണാൻ പറ്റുന്നുണ്ടോ? ചിലപ്പോൾ കാണുന്നുണ്ടല്ലോ. ഒന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ ഗൈസ് എന്തായാലും നമുക്ക് പൊന്നായി ഒന്ന് കറക്കി വിടാം. കറങ്ങി സ്വാമി ഗൈസ്. ഞാൻ പൊന്നാക്കി കൊടുക്കാൻ പോകുന്ന ടാസ്ക് തരട്ടെ. നമ്മുടെ റൂമിൽ ചെന്നിട്ട് നമ്മുടെ ഷവറിന്റെ ടാപ്പ് തുറന്നു വിടണം. റെഡി അല്ലയോ? അപ്പൊ വിട്ടോ. വളരെ കഷ്ടപ്പെട്ട് എനിക്ക് ചെടി കിട്ടി. പൊന്നായിട്ട് ഞാൻ പറഞ്ഞ എന്താ അറിയാമോ? തട്ടി വീഴല്ലേ. ആ അടിപൊളി. അങ്ങനെ പൊന്നെ അടുക്കള ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. എടാ നിനക്ക് ക്ലിയർ ആയിട്ട് അറിയാടാ വഴിയല്ല. കറക്റ്റ് ആയിട്ട് പോകുന്നു. എടാ നിനക്ക് കാണാൻ പറ്റുന്നുണ്ടോ? മിച്ചപ്പാ മാറി നിൽക്കുക. മാമിയില്ല എന്നെ തട്ടിയിടും. എടാ നിനക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കറക്റ്റ് ആയിട്ട് നീ പറയുന്നു. ഇടിക്കല്ലേ. ഗായ്സ് ഇവള് കറക്റ്റ്. നിനക്ക് ഇത് അറിയാം, നിനക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഗായ്സ് എനിക്ക് തോന്നുന്നു ശരിക്കും പൊന്നായി കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. അതുവഴി പൊക്കോ. അങ്ങനെ പൊന്നാ എത്തിയിരിക്കാണ്. അതെങ്ങനെ നമ്മുടെ മുറി അല്ല നിനക്കറിയാൻ പറ്റും? എനിക്കറിയാം. ഇത് ചിന്നുവിന്റെ റൂമാ. ഇത് ചിന്നുവിന്റെ റൂമാ അല്ലേ? അതെ ചിന്നുവിന്റെ റൂമിൽ കട്ടില് കഴിഞ്ഞ് ഇപ്പുറത്തെ സ്ഥലത്തോടെ നേരെ പോയ കഥ. ഗൈസ് ഇവക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഗൈസ് മഴ ആയതുകൊണ്ട് കേട്ടോ തുണിയെല്ലാം അകത്ത് കിടക്കുന്നേ. എടാ നിനക്ക് ശരിക്കും കാണാൻ പറ്റുന്നേടാ. നീ ഇത്ര ക്ലിയർ ആയിട്ട് പോന്നേ. നിനക്ക് അറിയത്തില്ലേ വീട്? എന്റെയും കൈ ഇടിച്ചവിടെ കഥകയില്.
ഗൈസ് നമ്മുടെ ബാത്റൂമിന്റെ ഇത് ചെറുതാ, അപ്പൊ തല ഇടിക്കും. ലൈറ്റ് ഇട്ടിട്ട് എനിക്കെന്തിനാ? ഷവറിന്റെ ആണോ തുറക്കണ്ടേ? ഓക്കെ 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 ഗൈസ്, അപ്പോൾ നമ്മുടെ പൊന്നാക്ക് ഒരു പോയിന്റ് ചെയ്തിട്ടുണ്ട്. കറക്റ്റായിട്ട് വന്നിട്ട് എന്തിനാ ഷവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ പൊന്ന, അപ്പം നിന്റെ ഊഴാണിനി. നീ ഫ്ലോപ്പ് ആവുമെന്ന് എനിക്ക് എന്തായാലും നന്നായിട്ട് അറിയാം. സത്യം പറഞ്ഞാൽ എന്തായാലും ഇവിടെ എന്നെക്കാളും കൂടുതൽ അറിയാവുന്നത് നിനക്ക് തന്നെ. പക്ഷെ കൂടുതൽ നീ എവിടെ ഉള്ളത്? എടാ ഇക്കടപ്പടാ. ഓക്കെ ആണോ? ഓക്കെ ആണ്. നിനക്ക് കണ്ണ് കാണത്തില്ലേ? കള്ളത്തരം പറയരുത്. സത്യമായിട്ട് കാണത്തില്ല. ഉറപ്പാണ് കാണത്തില്ലെന്ന്? കറങ്ങിക്കോ. ഓ ഹേ, ആ മതി 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 മതി. ബാക്ക്ഗ്രൗണ്ടിൽ ലുക്കുണ്ട്. അപ്പം ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ റൂമിൽ പോയിട്ട് സ്പ്രേ എടുത്ത് അടിക്കുക. സ്പ്രേ എടുത്ത് നിന്റെ ബോഡിയിൽ അടിക്കുക. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടാണ്. ആ പൊയ്ക്കോ. ഇക്ക ഫ്രണ്ടിൽ പോലെ. ആ അതെ അതെ, ആ അത്രേ ഉള്ളൂ. നിസ്സാരം. ബക്കറ്റൊക്കെ എന്തുവാണ് ഇവിടെ തട്ടിയിട്ടേക്ക്? നിൽക്കൂ ഇക്കോ, മാമച്ചന് മുന്നിൽ പോലെ ഇക്കോ. ഇത് നമ്മുടെ വെയിറ്റിംഗ് ഷെഡ്. ഇവിടെ വെയിറ്റ് ചെയ്താൽ ഇപ്പോൾ ബസ് വരും. ഓ യാ, ആ ഓക്കെ. എന്തായാലും ഇപ്പം അമ്മ പാത്രമൊക്കെ എടുത്തോണ്ട് പോകുന്നുണ്ട്. അമ്മ എടുത്തിട്ടില്ല. ആ അമ്മ പാത്രം പൊട്ടിച്ചു. ആ ഓക്കെ ഓക്കെ. നിന്റെ മാമച്ചിക്ക് ഇപ്പൊ കണ്ണ് കാണാന്ന് മനസ്സിലായടാ. അതെ അതെ അതെ. അമ്മ അടുത്ത് ലൈറ്റ് ഒന്നിട്ടേമ്മ. അന്ന് മാറ്റിയിട. അമ്മ ലൈറ്റ് ഒന്നിട്ടാ മതി. അമ്മ പേടിച്ചോടുന്നു. ഇത് കാണാമല്ലോ. ആണോ? ഓക്കെ, ക്ഷമിച്ചിരിക്കുന്നു ഞാൻ. ചെറിയ ടാസ്ക് അല്ലേ, എളുപ്പമല്ലേ? ആ ഓക്കെ ഓക്കെ ഓക്കെ. ആ അതെ അതെ, നേരെ വെക്കോ, നേരെ വെക്കോ. ഓ എത്തി എത്തി. ചിന്നന്റെ മുറിയിൽ എന്താ കാര്യം? നേരെ പോയിട്ട് അവിടെ പോ. നേരെ പോയിട്ട് തട്ടുണ്ട്. ഓക്കെ, ഈ മൂന്നാമത്തെ തട്ടിൽ സ്പ്രേ അടിക്കണം അല്ലയോ? സ്പ്രേ അടിക്കണം. തട്ടില് പൊളി പൊളി പൊളി. ഓ ഓ ഓ യാ, ഓക്കെ ഓക്കെ ഓക്കെ. കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ പൊന്നാക്ക് ആദ്യം കൊടുത്ത ടാസ്ക് പൊന്ന വിൻ ചെയ്ത്. അങ്ങനെ ഒരു മാർക്ക് കിട്ടിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ പൊന്നാക്ക് നമ്മളിപ്പോൾ റൂമിലായിരിക്കും, നമ്മുടെ റൂമിൽ. ഒന്ന് കറങ്ങി മതി മതി മതി, ഒരു കറക്കം മതി മതി. ഗൈസ്, അപ്പോൾ ഇനി പൊന്ന പോകേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ മീൻ ടാങ്കിൽ കിടക്കുന്ന വലിയ ടാങ്കില്ല, ചെറിയ ടാങ്കല്ല, വലിയ ടാങ്കിലെ മീനിന് ഫുഡ് ഇട്ട് കൊടുക്കണം ഗൈസ്. ഓക്കെ, അത് നിനക്കറിയാലോ, അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, കിട്ടോ? നമസ്തേ എല്ലാവരും, കമാൺ എല്ലാവരും ഇവിടെ. ദുഷ്ടാ
കേസ് അപ്പോൾ പൊന്നെ ഇപ്പം പോകുന്നത് നമ്മുടെ മീനിന് തീറ്റിടാൻ വേണ്ടിയിട്ടാണ് കേസ്. ഇതുവരെ പോകുന്ന ആർക്കറിയാം. പക്ഷെ ഇവർക്ക് നല്ല വൃത്തിക്ക് ചെയ്യാം. എല്ലാം എവിടേക്കാന്നുള്ള കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് ഇവളങ്ങ് പോകും. മീൻ തീറ്റ എടുത്തിട്ട് വേണേ കൊടുക്കാൻ. കേസ് തുണിയൊക്കെ വിട്ടേക്കുന്ന മഴ ആയതുകൊണ്ട് പുറത്തിടാനുള്ള ഒരു വഴിയില്ല. ഇപ്പോഴത്തെ ഒരു അവസ്ഥയായിരിക്കും അത്. അപ്പം നമ്മൾ ഹാള് കഴിഞ്ഞു. എന്ത് ചെയ്യാനാ, ഞാൻ ഭയങ്കര ലെജൻഡായി പോയില്ലേ. ഇവക്ക് വന്ന വഴിയും പോയ വഴി ഇരിക്കുന്ന സ്ഥലവും എല്ലാം അറിയാം കേസ്. അതുകൊണ്ട് ശരിയാവുന്നില്ല. എനിക്ക് ഈ വീടിന്റെ ഒരു മുക്കും മൂലയും മനസ്സിലാകുന്നുണ്ട്. ആരും ഇടയ്ക്ക് വരാതിരുന്നാൽ. ഓക്കെ, അപ്പൊ നമ്മൾ അടുക്കളയിലോട്ട് ഇറങ്ങാൻ പോവാം. കണ്ടോ, കറക്റ്റായിട്ട് അവൾ പറഞ്ഞല്ലോ അടുക്കളയിൽ ഇറങ്ങാൻ പോകുന്നുള്ള കാര്യം. എനിക്കറിയാം. എടാ നീ അടുപ്പിലോട്ടാ പോന്നേ. പാത്രം ഒരുപാട് പാത്രം കഴിച്ചു. ഇടിച്ച് തകർന്ന് ആ കഥ അമ്മ തുറന്നിട്ട ഞാനല്ല. ഏതൊരു പോലീസുകാരും ഒരു അബദ്ധം പറ്റും. വാതിൽ തുറന്നു. ഓടിക്കോ കൊരങ്ങനുണ്ടല്ലോ. നീ എന്തിനാണ് എന്റെ ഇടയ്ക്ക് വരുന്നേ? ഞാനേ ഒന്നാമത് നടക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇപ്പൊ മാറിയുന്നില്ല. മാമി നിന്നെയും കൊണ്ട് ഇപ്പൊ പോകും. വെച്ചോണ്ട് ഫ്രണ്ട് തട്ട് മാറി. നീ കള്ളക്കളി അല്ലയോ കളിക്കുന്നേ? അല്ലയാളിയാ അതെന്തി അകത്തിട്ടു. മീൻതിട്ട് എന്തി അകത്തിട്ടു. അടിപൊളി. അകത്ത് പോയി വീണ്. വീണ്ടും ഞാൻ പോണോ? ചതിച്ചതാ എന്നെ. എല്ലാരും കൂടെ എന്നെ ചതിച്ചതാ. ഇല്ല, നീ ആ തെള്ളി അകത്തിട്ടതാ. ഇനിയിപ്പോ വന്ന വഴി തിരിച്ചു പോണം. നേരെ അമ്മായും തെള്ളിയിട്ട് അമ്മാടെ കൈ വെക്കുന്ന പാത്രവും തെള്ളിയിട്ട് ഇവിടെ കിട്ടിക്കഴിഞ്ഞ പിന്നെ അവള് പുലിയാ. ഇല്ല ഇല്ല, ഞങ്ങളാരും മാറ്റിട്ടില്ല. നീ തള്ളി അകത്തോട്ട് വെച്ചാ. ഓക്കെ, അപ്പൊ ഞാൻ എത്തിയിരിക്കുകയാണ്. നിങ്ങളടുത്ത് മാറ്റാൻ പറ്റില്ല. തറയിലാണോ വീണേക്കുന്നത്? തറയിലായിരിക്കും വീണേക്കുന്നത്. ഈ മുറിയിൽ എന്തുവാണ്? മൊത്തം കസേരയാണോ? ഓക്കേ ഗൈസ്, പൊളിച്ചു പൊളിച്ചു. ഇതങ്ങനെ തള്ളിയിട്ട മീൻ തീറ്റ. എന്താ നിന്നെ കാണാനില്ല? നീ എന്തേ തുണിക്ക കിട്ടിയേ? അയ്യോ, ഇനി ഞാൻ ഇവിടെ മറന്നു പോലും. ഇനി ഞാൻ പറക്കുമായിരിക്കും. മീൻ തീറ്റ എടുത്തോണ്ട് കഷ്ടപ്പെട്ടാലും വന്നത്. ശരിക്കും ഇവിടെ കണ്ടു ഇപ്പൊ കണ്ടു കണ്ണ് കാണാൻ ഒരാൾ കൊണ്ടുപോകുന്നുണ്ട്. കണ്ണ് കാണാമെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ തലയിടിച്ച് മിച്ചോളെ മാറക്കെ. ഇനി മാമിയുടെ അതിസാഹസികമായിട്ടുള്ള ഒരു ഗൈസ്. അപ്പോൾ പൊന്ന മീൻ കുളവും അന്വേഷിച്ച് പോവാണ്.
മൽബറി ചെടി ഗൈസ്, മൽബറി ചെടി. വഴുതനങ്ങ, വഴുതന. ശിവക്ക് ശരിക്കും നമ്മൾ മഴവെള്ളം വീണ് ടാങ്ക് നിറയെ വെള്ളമായിട്ടുണ്ട്. വേണ്ട മീൻ തീറ്റ. ഓക്കെ, യെസ് കിട്ടില്ലേ? ഇട്ടിട്ട് ഗൈസ് അങ്ങനെ രണ്ടാമത്തെ ടാസ്കും പിന്നെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ പിന്നെ നിനക്ക് 2 പോയിന്റ്. ഇനിയോ എനിക്ക് എണ്ണ കാണത്തില്ലേ? സത്യം പറയണം. ഇല്ല ഇല്ല, ഞാൻ ആദ്യത്തെ ടാസ്ക് ആദ്യത്തെ ടാസ്ക് സ്പ്രേ അടിക്കുക ടാസ്ക് ഞാൻ ഇതെത്ര ഇത് ഓ ഇതെത്ര നിങ്ങൾ പറ. കണ്ടോ കറക്റ്റ് 2 ആ മൂക്ക് പോട്ടെ, മൂക്കിന്റെ ആവശ്യമില്ല, മണക്കണ്ടല്ലോ. ഇതെത്ര? 5. ഇത് 3. ഇത് 2 മതി. ആ ഓക്കെ, ഞാൻ വിശ്വസിക്കുക. അപ്പം കൺഗ്രാജുലേഷൻസ്, കറങ്ങിക്കോളൂ. ആ സ്റ്റോപ്പ്. ആ ഇനി ഞാൻ പറയുന്ന ടാസ്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അടുക്കളയിൽ പോയിട്ട് പഞ്ചസാര എടുത്ത് കഴിക്കുക. പഞ്ചസാര എടുത്ത് കഴിക്കണം. അതെനിക്ക് സിമ്പിൾ ആട്ടോ. ഞാൻ ഇപ്പോൾ പഞ്ചസാര എടുത്ത് കഴിക്കണം. ആ കഴിക്കണം, പഞ്ചസാര എടുത്ത് കഴിക്കണം. ഓക്കെ സ്റ്റാർട്ട്. ആ അത് തന്നെ ഓ ആ നമ്മുടെ അതാ. ഓക്കെ ഓക്കെ പോ പോ പോ. ലാഗിങ് പാടില്ല. ഫാസ്റ്റ് മൂവി, ഓൺലി ഫാസ്റ്റ് മൂവി. നിന്റെ മാമച്ചി തൂക്കം തുടക്കുകയൊക്കെ ചെയ്യുവാണല്ലോടാ. നീയാണോ? ഓക്കെ ഓക്കെ അടിപൊളി 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 അടിപൊളി. ഒരു മിനിറ്റ് ഞാൻ ഇവിടുത്തെ ലൈറ്റ് നോക്കട്ടെ. ആ ഓക്കെ ഓക്കെ ആ ഓക്കെ. എവിടെ പോവണ്ട? ആ ഓക്കെ ആ പൊയ്ക്കോ. അടുക്കള തന്നെയാണേ പോന്നേ? ഓ വാ. അടുക്കള സ്റ്റോർ ഇവിടെ അലമാരിയുണ്ട്. ഈ ഷെൽഫിൻ്റെ അകത്ത് പഞ്ചസാര ഇരിക്കുന്നത്. കുമാർ ഓക്കെ 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 പഞ്ചസാര ഓക്കെ ഓക്കെ. പറ്റത്തില്ല പഞ്ചസാര മണക്കില്ല. ഇന്നൊപ്പ് തിന്നുമായിരിക്കും. അല്ലല്ല ഇത് പഞ്ചസാര അതല്ലെന്ന് ഞാൻ പറഞ്ഞു. ഓ ഇത് പഞ്ചസാരയാണ്. വിൻ ചെയ്തിരിക്കുകയാണ്. അടിപൊളി അടിപൊളി. ശേ അപ്പൊ വീണ്ടും നിങ്ങൾ വിജയിച്ചു. നമ്മൾ 2 ഈക്വലായിട്ട് വിജയിച്ചു. എന്താണ് ചെയ്യുന്നത്? യെസ്. മഴയൊക്കെ ആയിട്ട് നല്ല കൊതുണ്ട്. എങ്ങനെ നിൽക്കാൻ പറ്റില്ല, നല്ല കടിയാണ്. എവിടെ നിന്നാലും കടിയോടെ കടി. അപ്പോൾ നമ്മുടെ ചലഞ്ച് ഇത്ര ഉള്ളായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ പൊന്നാക്ക് നല്ല വൃത്തിക്ക് വീടിനെ പറ്റിയും പരിസരത്തെ പറ്റിയും നല്ല വൃത്തിക്ക് അറിയാം. കേസ് എന്നെക്കാട്ടിലും കൂടുതൽ ഇവർക്ക് നല്ല വൃത്തിക്ക് അറിയാം എന്നായിരുന്നു എൻ്റെ ധാരണ. പക്ഷേ 2 റൗണ്ടിലും 2 പേരും വിജയിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും നമ്മുടെ വീടിനെ കുറിച്ച് നന്നായിട്ടറിയാം. കേസ് എന്ന് വെച്ചാൽ ഏകദേശം നമ്മളൊന്ന് കണ്ണ് കിട്ടുമ്പോൾ ആദ്യം ഇതുകൊണ്ട് അറിയാൻ പറ്റുമെന്നുള്ള. പക്ഷെ നമ്മൾ കണ്ണ് കിട്ടി നമ്മൾ കളത്തിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് പറ്റും. സില്ലി ഏത് സാധനം എവിടെ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാം. എല്ലാവരും നമ്മുടെ വീടിനെ കുറിച്ച് നല്ലോണം അറിഞ്ഞിരിക്കണം. ഓക്കെ, ഞങ്ങൾ 2 നല്ലോണം അറിഞ്ഞു. നിങ്ങൾക്ക് ഈ ചലഞ്ച് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ